ഈശോയിലേറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കൃപാഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില വചനങ്ങളിലൂടെയാണ് നിങ്ങളെ കൊണ്ടുപോവുക. പ്രാർത്ഥനാപൂർവ്വം കേൾക്കുക, ഹൃദയത്തെ സംഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ വചനം. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ചതിൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നഷ്ടപ്പെടുത്തുമെന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്നവർ ചിലർ മരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം വളരെയധികം ഗൗരവത്തോടെ നമ്മൾ ധ്യാനിക്കേണ്ട കാലഘട്ടമാണിത്. അത് ഈശോയുടെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയുടെ അടിസ്ഥാന ലക്ഷ്യം എന്തായിരുന്നു എന്ന് ഒന്ന് നിത്യജീവൻ മാത്രം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനത്തിൽ യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധ ഈശോയെക്കുറിച്ച് പറയുന്ന വചനമുണ്ട്. ഈശോ നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം നിത്യജീവനാണ്. ഇവിടെ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്ത് പ്രയോജനം? ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിന് നിനക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് എന്ത് പ്രയോജനം? ഇത് പലപ്പോഴും ആളുകൾ ലോകം നേടാൻ വേണ്ടി ഒരു ഓട്ടത്തിലാണ്. പണം, സ്വത്ത്, പേര്, പെരുമ, പ്രശസ്തി, ഫേമസ് ആകുക, ഒരുപാട് സന്തോഷം അനുഭവിക്കുക, ലോകത്തിലെ സുഖഭോഗങ്ങളെല്ലാം സ്വന്തമാക്കുക, ഇതാണ് മനുഷ്യൻ ലക്ഷ്യം തന്നെ എന്നാണ്. അതിനുവേണ്ടി അവൻ ആത്മാവിനെ വിൽക്കുന്ന വ്യക്തികളാണ്. മാരക പാപം ചെയ്തു പോലും തൻ്റെ ശരീരത്തിന് സുഖത്തിനു വേണ്ടി മാരക പാപം പോലും ചെയ്യുന്നതിന് യാതൊരു മടിയില്ലാത്തൊരു കാലഘട്ടമാണ്. മദ്യപാനം, മയക്കുമരുന്ന്, ലഹരികൾ, വ്യാജമായ ജീവിത രീതികൾ, വിവാഹത്തിൽ അവിശ്വസ്തത കാണിക്കുന്ന അവസ്ഥ, മന്ത്രവാദങ്ങൾ, വ്യഭിചാര തിന്മകൾ, വേശ്യാവൃത്തി ജീവിതങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള ഇതെല്ലാം ആത്മാവിനെ വിൽക്കുന്ന ആൾക്കാരാണ്, ആത്മാവിനെ വിൽക്കുന്ന. ഇവിടെ പൈസ പറയാണ്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനമെന്ന്? നിനക്ക് ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നേടുന്ന നേട്ടങ്ങളെല്ലാം അർത്ഥരഹിതമാണ്. കർത്താവായ യേശു മിശിഹാ സത്യം തന്നെയായ ദൈവം സത്യം തന്നെയായ ദൈവം നമ്മളോട് പഠിപ്പിക്കാം. യോഹന്നാൻ 17:17 ഈശോ പറയുന്നുണ്ട്, അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. ഈശോ മാത്രമാണ് സത്യം. അതാണ് യോഹന്നാൻ സുവിശേഷം 1:14, 15, 16 വചനമുണ്ട്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, കൃപയും സത്യവുമാകട്ടെ അവനിലൂടെ ഉണ്ടായി. യോഹന്നാൻ 8:12 പറയും, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഇവനെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. അപ്പോൾ ഇവിടെ വചനം പറയും, ലോകം മുഴുവൻ നേടിയാലും ദുര്യാത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം? നിനക്ക് വീടുണ്ട്, നിനക്ക് സ്വത്തുണ്ട്, നിനക്ക് അതുണ്ട്, ഇതുണ്ട്, എല്ലാം നേടിയെടുത്തു. പക്ഷേ ആത്മാവിനെ വിറ്റാണ് പലരും നേടുന്നത്. സാത്താന സമർപ്പിക്കുകയാണ്. ചില ആൾക്കാർ ബ്ലാക്ക് മാസിന് പോകുന്നത് കാണാറുണ്ട്. ബ്ലാക്ക് മാസ് അല്ലെങ്കിൽ സൈറ്റൻ വർഷിപ്പ് ഗ്രൂപ്പ്, ഇലുമിനാത്തി ഗ്രൂപ്പുകൾ, ഇങ്ങനെ ഗ്രൂപ്പുകളിൽ പോയിട്ട് വാല്യത്തിന് അങ്ങനെ മ്യൂസിക്കുകളൊക്കെ ഉണ്ട്. ഒരുപാട് മജോറിറ്റിയോടും എല്ലാം മ്യൂസിക്കുകളുണ്ട്. ചില പ്രത്യേകതരം മ്യൂസിക്കുകൾ അടിമപ്പെടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇവരെ കാണാൻ പറ്റും, ഇവരെല്ലാം ലോകസുഖത്തിന് വേണ്ടി ആത്മാവിനെ വിൽക്കുന്നവരാണ്. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഫിലിപ്പി ലേഖനത്തിൻ്റെ 3:20 പറയും, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. അവിടെ നിന്നും ദൈവത്തെ ആഗ്രഹിക്കുക, കർത്താവായ യേശുവിൻ്റെ വരവിനെ കാത്തിരിക്കുക, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളായിട്ട് മാറണം നമ്മൾ. പൗലോസ് ശ്ലീഹ വീണ്ടും പറയുന്നുണ്ട്, ഫിലിപ്പി ലേഖനത്തിൻ്റെ 3:7-8 വചനം, ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായിട്ട് കരുതുന്നു. അത് യേശുവിനെ നേടുന്നതിനും അവനോട് കൂടെ ഒന്നായി കാണപ്പെടേണ്ടതിനും വേണ്ടി അത്രേ. പിന്നെ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഫിലിപ്പി ലേഖനത്തിൻ്റെ 3:12-13, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു, എന്നാൽ ഞാൻ തന്നെ അതറിയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള വിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി ഞാൻ അഹോരാത്രം പരിശ്രമിക്കുന്നു.
ഈ ലോകം മുഴുവൻ നേടിയാലും ചില ആൾക്കാർക്കൊന്നും ലോകം മുഴുവൻ പോകണം, യാത്ര ചെയ്യണം. കഴിഞ്ഞ നാളിൽ ഞാൻ വിദേശത്ത് വെച്ചൊരു മനുഷ്യനെ കണ്ടുമുട്ടി. ആ മനുഷ്യൻ്റെ ഇങ്ങനെ യാത്രക്കാരനാണ്, ഒരുപാട് യാത്രയ്ക്ക് പോകും. ഏകദേശം ഒരു 130-140 രാജ്യങ്ങളിൽ ഇദ്ദേഹം യാത്ര ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണ്. പക്ഷേ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതമൊക്കെ ഒന്നുമില്ല, ആത്മീയ ജീവിതമേ ഇല്ല, വിശ്വാസമൊന്നുമില്ല, ദൈവഭയമൊന്നുമില്ല, ചെയ്യാത്ത തെറ്റുകളൊന്നുമില്ല. അപ്പം ആ മനുഷ്യൻ ഞാൻ എന്തോ നേടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആഹ്ലാദിക്കുമ്പോൾ എങ്ങനെ നേടി? ആത്മാവിനെ വിറ്റ് നേടുന്നു. അതാണ് ഏറ്റവും വലിയ പാപം. അതാണ് ആത്മനാശത്തിൻ്റെ വഴിയിലൂടെ പോയിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവനെ അനുഗ്രഹിച്ചു. ആ ദൈവാനുഗ്രഹമല്ല. ദൈവാനുഗ്രഹം എന്ന് വെച്ചാൽ പണമോ സ്വത്തോ ജോലിയോ നേട്ടങ്ങളോ നാളെ അത് നേടി ഇത് നേടി എന്നുള്ള സംഭവമല്ല. പ്രിയപ്പെട്ട മക്കളെ, വലിയൊരു മാനസാന്തരത്തിലേക്ക് നമ്മൾ വരണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ യൂറോപ്പിൽ ഡെൻമാർക്കിൽ അവിടെ അടുത്ത് ഡെൻമാർക്കിനടുത്ത് സ്വീഡൻ പ്രദേശത്തൊരു ശുശ്രൂഷയ്ക്കായിട്ട് പോയപ്പോൾ അവിടെ വെച്ച് അവിടുത്തുകാരനായ സ്വീഡിഷുകാരനായ ഒരു വൈദികൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നോർത്തേൺ ഈ യൂറോപ്പ് മുഴുവൻ തന്നെ സാമ്പത്തിക തകർച്ചയോട്ട് പോകാൻ പോവാണ്. അദ്ദേഹം പറഞ്ഞു, കുറേ രാജ്യങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, സ്വീഡന്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ സാമ്പത്തിക തകർച്ച ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്നൊരു അറിയിപ്പെന്ന് ഇദ്ദേഹം അച്ഛൻ എന്നോട് പറയുക. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും. അദ്ദേഹം പറയുകയാണ്, അവിടെ ഉണ്ടായിരുന്നൊരു സ്പിരിച്വൽ ലീഡറായിരുന്നൊരു മനുഷ്യൻ, ഒരു ആത്മീയ മനുഷ്യൻ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൻ്റെ ദൈവാത്മാവ് ആ വ്യക്തിക്ക് കൊടുത്തൊരു ദർശനം അല്ലെങ്കിൽ വെളിപാട് ഈ വൈദികൻ എന്നോട് പറഞ്ഞിങ്ങനെയാണ്, യൂറോപ്പിനോട് പറയുകയാണ്, ദൈവം പറയുന്നതായിട്ടാണ്, ഐ വിൽ ടേക്ക് എവറിതിങ് ഫ്രം യു, നിനക്ക് ഞാൻ തന്നതെല്ലാം നിന്നെ ഞാൻ എടുക്കും. എന്തിനാണെന്ന് ചോദിക്കുക, ഫോർ യു ഹാവ് ടു ബിക്കം മോർ ക്ലോസ് ടു മീ, എന്നോട് കൂടെ അടുക്കാൻ വേണ്ടി. അപ്പോൾ ഈശോ പറയാ, ഈശോയോട് അടുപ്പിക്കാൻ വേണ്ടി ദൈവം തന്നതെല്ലാം തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു. എല്ലാം തിരിച്ചെടുക്കുന്നു. ഇത് യൂറോപ്പിന് മാത്രമല്ല, അമേരിക്കൻ രാജ്യങ്ങളും ഇന്ത്യയും ഒക്കെ നോക്കിയോ കുറേ കഴിയുമ്പോൾ കാണാൻ പറ്റും. ഒരുപാട് സാമ്പത്തിക തകർച്ചകളും മാനസിക പ്രശ്നം കൂടുക. തന്നതെല്ലാം എടുക്കുക, ദൈവം കൊടുത്തൊക്കെ ദൈവം തിരിച്ചെടുക്കുക. എന്തിനാ? ദൈവത്തോട് കൊടുക്കുക. കാരണം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പം അവൻ അതിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. അവൻ അതിൻ്റെ പുറകെ പോയി ദൈവത്തെ മറന്ന് ജീവിക്കുക, ദൈവബന്ധം വിച്ഛേദിച്ച് ജീവിക്കുക. അപ്പം അതുകൊണ്ട് തരുന്നതൊക്കെ അങ്ങോട്ട് ദൈവം കൊടുത്തൊക്കെ ദൈവം തിരിച്ചെടുക്കുക. ചിലർക്കൊക്കെ ആരോഗ്യം കൊടുത്തു, അപ്പോൾ അവർ നന്നായിട്ട് തിന്മ ചെയ്യുക, അപ്പം അതങ്ങ് തിരിച്ചെടുക്കുക. പണം കൊടുത്തു, അപ്പോൾ അതോടെ ദൈവത്തെ മറന്ന് വിശ്വാസമൊക്കെ അപ്പം തിരിച്ചെടുക്കുക. ചിലപ്പോൾ ചിലർക്ക് മക്കളെ പോലും കൊടുത്തു, അത് അവരെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്തിയെടുക്കുന്നില്ല, ദൈവം തിരിച്ചെടുക്കുന്നത് കാണാൻ പറ്റുക. വലിയൊരു മഹാരഹസ്യമാണത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം? ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകരുത്. ഈശോ പറഞ്ഞു, 2 യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. ഒരുപാട് പേര് എല്ലാം കൂടെ രണ്ടും കൊണ്ടുപോകാൻ നോക്കുക. ഒന്ന് രാജാക്കന്മാർ 18-20-21 വചനമുണ്ട്. 20-21 വചനം, നിങ്ങൾ അത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വെക്കും. യഹോവയാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോവുക, ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകും. ജനം ഒന്നും പറഞ്ഞില്ല, 2 നിൽക്കുകയാണ്. ഇത് കാണാം. വിശ്വാസ മേഖലയൊക്കെ ചില ചെറുപ്പക്കാരും മാതാപിതാക്കൾ, ചില സഭയിലുള്ള അംഗങ്ങൾ പോലും കർത്താവിൻ്റെ സഭയുടെ അടിസ്ഥാന വിശ്വാസം എന്നൊക്കെ മാറി ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നൽകുന്ന ജ്ഞാനം, ആ വചനത്തെ അവർ വെള്ളം ചേർക്കുന്ന കാണാൻ പറ്റും. 2 കൊരിന്ത്യർ 2:17 ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്ന അനേകരുണ്ട്. യെശയ്യാ 58:18 വചനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അവിടെ സംഭവിക്കുന്നൊരു അതായത് സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതും എൻ്റെ വിശുദ്ധ ദിനത്തിൽ നിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന പിന്തിരിയുക, സാപത്തിനെ വിശുദ്ധ ദിനമായിട്ട് കാണുക. അവർക്ക് കളയുകയാണ്, എല്ലാം കളയുകയാണ്. കാരണം ഭൗതികതയ്ക്ക് വേണ്ടി ദൈവപ്രമാണങ്ങൾ 10 പ്രമാണങ്ങളെയും തള്ളിപ്പറയുന്നൊരു കാലഘട്ടം. ഭൗതികതയ്ക്ക്, സുഖത്തിന് വേണ്ടി, പേരിന് വേണ്ടി, പെരുമയ്ക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, നേട്ടത്തിന് വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുന്ന ആളുകൾ ആത്മാവിനെ വിറ്റു ജീവിക്കുകയാണ്. ഏത് വൃത്തിയോടും ചെയ്യും, ഏത് തിന്മയും ചെയ്യുന്നു. മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ ഒത്തിരിയേറെ പേരൻസിനോടൊന്ന് പറയും, മക്കൾ ഭയങ്കരമായിട്ട് മൊബൈൽ ഫോൺ. ഞാൻ പറയാം, അപ്പനും അമ്മയും അവരാദ്യം നിർത്ത്, അവരാദ്യം കൺട്രോൾ ചെയ്യുക. അവരെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നത്. അവരുടെ വിശ്വാസം ജീവിതമൊക്കെ ഉണ്ടല്ലോ,
കഴിഞ്ഞ ആളുകളിൽ ഒരു അധ്യാപകൻ എടുത്ത് പറയുകയായിരുന്നു, കുട്ടികളല്ല പലർത്തിടത്തും പ്രശ്നക്കാർ ശരി മാതാപിതാക്കൾ ദൈവഭയമുള്ളവരാകണം. വീട്ടിലിരുന്ന് സഭയെയും വൈദികരെയും വിശ്വവിഷയൊക്കെ കുറ്റം പറയുമ്പോൾ അത് ദുരന്തം അനുഭവിക്കാൻ പോകുന്ന അവരല്ല, അവരുടെ മക്കളാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ അവർ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയി വീഴും. അവരെ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അപ്പനും അമ്മയും കൂടി ഏത് നേർച്ച നടന്നാലും കിട്ടാത്ര എളുപ്പമൊന്നുമല്ല. ദൈവം നമുക്ക് തരുന്ന അവസരമൊക്കെ, ദൈവത്തെ അറിയാനുള്ള അവസരമൊക്കെ കളയരുത്. ദൈവത്തെ വിളിക്കുക, ഈശോ അറിയുക, ഈശോ ഉണ്ട്, ജീവിക്കും ദൈവം, അവൻ എന്നും ജീവിക്കും ദൈവം. എബ്രായ ലേഖനം 13:5-6 വചനം പറഞ്ഞാൽ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും എല്ലാം ഒരാൾ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഈശോ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരിക്കലും നമ്മൾ വിട്ടുപോയിട്ടില്ല. ഉറച്ച് വിശ്വസിക്കണം നീ, അത് വിശ്വസിച്ച് അതിനോട് ചേർന്ന് നിൽക്കണം നീ, അപ്പോൾ അതൊക്കെ അനുഭവിക്കാൻ പറ്റുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാക്കാം. അത് 2 കൊരിന്ത്യർ 5:1-2 അനേക തവണ ഞാൻ ദൈവജനത്തോട് പറഞ്ഞിട്ടുള്ള കർത്താവിൻ്റെ വചനമാണിത്. അതായത് അവിടെ പൗലോസ് പറയുകയാണ്, അതായത് ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പെടുകയും സ്വർഗീയ വസതി പ്രാപിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ്. നിത്യജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുകയാണ്, ഈശോയെ മുന്നിൽ. അങ്ങനെയുള്ളവർക്ക് എന്ത് പോയാലും പ്രശ്നമില്ല. ഇതിപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെട്ട ആകെ നിരാശയാണ്, ഡിപ്രഷനാണ്. ജോലി പോയി ഡിപ്രഷൻ, കടബാധ്യതയുണ്ടാക്കി ഡിപ്രഷൻ, പരീക്ഷയ്ക്ക് മാർക്ക് പോയി ഡിപ്രഷൻ, ചിലർക്ക് ഡിവോഴ്സ് വന്നു, കുടുംബ പ്രശ്നങ്ങൾ വന്നു, ഉടനെ ഡിപ്രഷനായി പോവുക. മെൻ്റൽ രോഗികളെ ഭയങ്കര പകയും വെറുപ്പും വിദ്വേഷം. കാരണം അവർ ജീവിച്ചത് യേശുക്രിസ്തുവിന് വേണ്ടിയോ നിത്യജീവിതത്തിന് വേണ്ടിയോ അല്ല അവർ ജീവിച്ചത്. അവർ ജീവിച്ചത് മുഴുവനും അവിടെ ഉദരപൂർണത്തിന്, സുഖത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, പേരിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. ഫിലിപ്പി ലേഖനത്തിൻ്റെ 3:18-19 നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ചിലർക്ക് ഭക്ഷണപ്രിയര, ഗ്ലട്ടണി, ഭക്ഷണത്തോടുള്ള ഭയങ്കരമായ ആസക്തി കയറി പിടിക്കാം. ഗ്ലട്ടണി ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതിനോട് ബന്ധിക്കപ്പെടും. ആത്മാവിനെ വിട്ടേക്കുക, ആത്മാവിനെ വിറ്റ് പാപം എന്തു ചെയ്യും? ആട് കൂടെ പോയി ഏത് യാത് എതിലേയും പോകും. സുഹൃത്ത്, പ്രൈവറ്റ് ലൈഫ്, നൈറ്റ് ലൈഫ്, ഇരുട്ടിലെ ജീവിതം, അത് അപകടത്തിൻ്റെ കാലഘട്ടമാണത്. റോമലേഖനം 13:11 മുതലുള്ള വചനത്തിലുണ്ട്, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്നാൽ നമ്മൾ ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകൽ യോജിച്ചു നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ വ്യാപരിക്കരുത്. പ്രത്യേക കർത്താവായ യേശുവെ നിങ്ങൾ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. ചിലരുണ്ട് ആത്മീയ ശുശ്രൂഷ പോലും ചെയ്യും മാരക പാപത്തിൽ കടന്നുകൊണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ അവരനുഭവിക്കേണ്ടി വരും. വലിയ പ്രശ്നങ്ങളോട് കടന്ന് മാരക പാപം ചെയ്തുകൊണ്ട് തന്നെ അവർ ദൈവരാജ്യ ശുശ്രൂഷ ഏർപ്പെടുത്തുക. പണത്തിനു വേണ്ടി വ്യാജപ്രവാചകന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. തെറ്റായ പ്രബോധനങ്ങൾ കൊടുക്കുന്നവരുണ്ട്. രോഗശാന്തിയൊക്കെ പറയും കൊള്ളാം, പക്ഷേ അതിനപ്പുറത്ത് പണക്കൊതിയും കൂടെ കയറി പിടിക്കുന്ന ആളുകളുണ്ട്. പണക്കൊതി, ഭയങ്കര പണക്കൊതി. അതിനുവേണ്ടി അവർ എന്ത് ചെയ്തു കൊടുക്കുന്നു? ഏത് ദർശനം കാണും, ആർക്ക് വേണ്ടി എന്ത് ദർശനങ്ങൾ എടുക്കും? അവർ നുണ പറഞ്ഞ് പഠിപ്പിക്കും. അവർ തിന്മയുടെ അരൂപികളുടെ പ്രവർത്തനമാണത്. തിരിച്ചറിയുന്നത് അവസാന കാലഘട്ടമാണത്. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വചനം, പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവരുടെ ശരീര സ്പർശനമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. പിശാച് ബാധ അവതരിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു നോക്കി. യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവയുടെ 7 പുത്രന്മാരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അശുദ്ധാത്മാവ് അവരുടെ പ്രകാരം മറുപടി പറഞ്ഞു, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ അറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്നും ഓടിപ്പോയി. മുറിവേറ്റ് നഗ്നരായി. പലപ്പോഴും ചില ശുശ്രൂഷകരൊക്കെ മുറിവേറ്റ് നഗ്നരായി പോകുന്നു. അവർ തകർന്നു പോകുന്നു കാണാൻ പറ്റും ജീവിതത്തിൽ. കാണിച്ചാൽ പാപത്തിൽ നിന്നുകൊണ്ട് തന്നെ ദൈവരായ ശുശ്രൂഷ ഈശോയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. സ്തുതിപ്പും പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷേ ഈശോയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല.
സ്നേഹമൊന്നുമില്ല. അല്ലാതെ ആത്മീയ ജീവിതം ആത്മരക്ഷയ്ക്കല്ല പ്രാധാന്യം എപ്പോഴും ഭൗതിക നേട്ടം, പേര്, നാട്ടിൽ വലിയ പേര്, സമൂഹത്തിൽ വലിയ പേര്, ആളുകൾ നമ്മൾ വലിയവരായിട്ട് കാണണം, വലിപ്പത്തിരിക്കണം, ഒരുതരം കോംപ്ലക്സ് എന്നൊക്കെ നമ്മൾ പറയും. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ലെന്നാണ് ചില പറയാറുള്ളത്. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഒരാൾ കാണിക്കുന്നത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളതുകൊണ്ടാണെന്നാണ് പറയുന്നത്. താൻ ചെറുതാണെന്ന് ഒരുപാട് തോന്നുമ്പോഴാണ് ഒരുവൻ വലിയവനാകാൻ വേണ്ടി മറ്റുള്ളവർക്കെതിരെ, വലിയ വലിയ ആളുകൾക്കെതിരെയും അല്ലെ ദൈവരാജ ഈശോയ്ക്കെതിരെയും വിശുദ്ധർക്കെതിരെയും ദൈവകാര്യങ്ങൾക്ക് എതിരെ പറയുന്നത്. അവൻ്റെ ഇൻഫീരിയോറിറ്റി ഭയങ്കര ചെറുതാണ്, അവന് ഒത്തിരി താഴെ പോയതുകൊണ്ടാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ശ്രാപയോഗം ഞാൻ പറയുന്നുണ്ട്, ഇതാ വൃക്ഷങ്ങളുടെ ചുവടിന് ഞാൻ കൊടാലി വെച്ചിരിക്കുന്നു. ദൈവം പറയുക, വൃക്ഷങ്ങളുടെ, വലിയ വൃക്ഷങ്ങളുടെ പുറമേ വലിയ വൃക്ഷങ്ങളാണ്, വലിയ സംഭവങ്ങളാണ്, പക്ഷെ ഫലം മോശമായ ഫലമാണ്. ആത്മീയ ഫലങ്ങളില്ല, ദൈവരാജ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ല. ഭൗതികതയ്ക്ക് വേണ്ടി അതിന് വേഴയോട് ദൈവം പറയുന്നത് കൊടാലി വെച്ചിരിക്കുന്നു, വെട്ടിക്കളയുമെന്ന് പറയുന്നത്, തീയിലിടുമെന്ന് പറയുന്നത്. അതെ, അതായത് 1 കൊരിന്ത്യർ 15:19 ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നാം യേശുക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നെങ്കിൽ നാം മറ്റെല്ലാവരെക്കാളും നിർഭാഗ്യരാണ്. ഈ ലോക ജീവിതത്തിന് വേണ്ടിയാണ് നാം യേശുക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നത് എങ്കിൽ നാം മറ്റെല്ലാവരേക്കാൾ നിർഭാഗ്യരാണ്, ഭാഗ്യമില്ലാത്തവരാണ്, അനുഗ്രഹമില്ലാത്തവരാണ്. അവിടെ മാനസാന്തരപ്പെടുക. ആത്മരക്ഷയ്ക്ക് വന്ന സ്ഥാനം നിന്റെ ഉള്ളിലുള്ള ആത്മാവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? 2 കൊരിന്ത്യർ 13:5-6 വചനം പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവാൻ, പരീക്ഷിച്ചറിയുകയും യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ലേ? ഇല്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഈശോ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്, ജീവിതത്തിൽ അറിയണം. മത്തായിയുടെ സുവിശേഷം 28:20 പറയുന്നുണ്ട്, ഈശോ പറഞ്ഞു, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈ അനുഭവം വേണം. ഈശോ കൂടെയുണ്ട്. നമ്മൾ വലിയ ഭൗതികതയ്ക്ക് വേണ്ടി ഓടുന്നു. ഭൗതികത, പേര്, പെരുമ, പ്രശസ്തി, നേട്ടം, നമ്മളെല്ലാവരും ഓട്ടത്തിലാണത്. അതുകൊണ്ട് ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം? നിനക്ക് പേരുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല വീടുണ്ട്, ഇതെല്ലാം നേടിയെടുത്തെങ്കിൽ നിനക്ക് ഒരുപാട് ഫ്രണ്ട്സുണ്ട്. നിൻ്റെ ജീവൻ ചിന്തിച്ചു നോക്ക്. നിൻ്റെ ആത്മാവ് നാശത്തിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? ആത്മാവിൻ്റെ അവസ്ഥ എന്താണ് ചിന്തിക്കുന്നുണ്ടോ? നീ മാരക പാപത്തിനാണോ? ദൈവപ്രമാണങ്ങൾ 10 കൽപ്പനകൾ നീ അനുസരിച്ചാണോ ജീവിക്കുന്നത്? അത് ദൈവപ്രമാണങ്ങൾക്കെല്ലാം നേരെ വിപരീതമായൊരു ജീവിതമാണോ നീ നയിക്കുന്നത്? നീ മാതാപിതാക്കളോട് നിൻ്റെ ബന്ധമൊക്കെ നോക്കണം. വിശുദ്ധിയുടെ മേഖല പരിശോധിക്കണം. എളിമയുണ്ടോ? അഹംഭാവമാണോ നിന്നെ നയിക്കുന്നത്? അഹങ്കാരമെല്ലാം അതാണ് ജെറമ്യാ 50:31 പറയും, അഹങ്കാരി, ഞാൻ നിനക്കെതിരാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. അവർ നഗരത്തിൽ തീ വെക്കും, ആ ചുറ്റുമുള്ളവയെ വിഴുങ്ങിക്കളയും. ആത്മരക്ഷയായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് മാറിക്കൊണ്ടിരിക്കുക, എല്ലായിടത്തും മാറി, സമൂഹത്തിലും സഭയിലൊക്കെ മാറുന്നുണ്ട്. ആത്മരക്ഷയേക്കാൾ ഉപരി ഭൗതിക നേട്ടങ്ങൾ, ഭയരും പെരുമയും പ്രശസ്തിയും, ഭൗതിക നമ്മൾ സമ്പത്തുണ്ടാകുക, നമുക്കെല്ലാവർക്കും വരുന്നുണ്ട്. വീടുകൾ പണിയുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, ഒരു അഡ്രസ്സ്, ഒരു വലിയൊരു അഡ്രസ്സ്, സംതിങ്, എല്ലാവർക്കും ഉയർന്നൊരു അഡ്രസ്സ്, ഇതിനു വേണ്ടിയുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട അത് പരിശ്രമം ആത്മാവിനെ വിറ്റ് ചെയ്യുകയാണ്. പള്ളിപ്പോക്കില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല, കുദാശ ജീവിതമൊന്നുമില്ല, ഡെയിലി മാസക്ക് വിട്ടു എന്നിട്ട് പോവുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ ആത്മനാശത്തിൻ്റെ വഴിയിലാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്. നീ സന്തോഷിക്കൊന്നും വേണ്ട. നിനക്ക് നേട്ടങ്ങളെടുത്ത് സന്തോഷിക്കണം. ഒരു ദിവസം നീ മരിക്കുമ്പോഴാണ് നീ ഇതിൻ്റെയൊക്കെ പരിണത ഫലം നമ്മൾ അറിയാൻ പോകുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കും. വചനമുണ്ട്, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും. വചനമുണ്ട്. അപ്പോൾ അത് മറക്കരുത് നമ്മളൊരിക്കലും. അപ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഭയങ്കര പ്രസംഗിക്കാൻ, എന്തിനു കരുണ? നമ്മൾ മാരക പാപം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിട്ട് നമ്മൾ ദൈവത്തിൻ്റെ കരുണ ഉണ്ട്. പൗലോസ് ഇവിടെ പത്രോസിലേക്ക് പറയുന്നുണ്ട്, അതായത് ഒരു തിന്മയാണ് പറഞ്ഞു. ഒരു പാപമെന്ന് അറിഞ്ഞ ശേഷം വീണ്ടും അത് നമ്മൾ ചെയ്യുന്ന പക്ഷം നമ്മൾ ദൈവത്തിനെതിരെയാണ് നീങ്ങുന്നത്, കർത്താവിനെതിരെ, പരിശുദ്ധാത്മാവിനെതിരെ തിരുന്നു. ഈശോ പറയുന്നുണ്ട്, മനുഷ്യപുത്രനെതിരെ സംസാരിച്ചാൽ ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ പ്രസംഗിച്ചാൽ ഈ യുഗത്തിൽ വരാൻ പോകുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടും. ഈശോ മിശിഹായ്ക്കെതിരെ, ദൈവാരൂപിയുടെ പ്രവർത്തനത്തിനെതിരെ, സ്വർഗത്തിനെതിരെ, സഭയ്ക്കെതിരെ, തിരുസഭയുടെ സഭയ്ക്കെതിരെയൊക്കെ പോകുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണത്, ഗൗരവമേറിയ പാപം. അനുദപിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരനോടും ഓരോ സഹോദരിയോടും കർത്താവായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഒറ്റ വചനമാണ്. ഈ ലോകം മുഴുവൻ നേടിയ, നിൻ്റെ വീട് വലുതാണ്, നിനക്ക് വലിയ വണ്ടിയുണ്ട്,
നിനക്ക് വലിയ സംവിധാനങ്ങളുണ്ട്, നിനക്ക് വലിയ നേട്ടങ്ങളുണ്ട്, നീ വലിയ ആളാണ്. നീ നോക്കുമ്പോൾ നീ വലിയ പേരും പെരുമയുള്ള ആളാണ്, നാട്ടിലെല്ലാവരും നിന്നെ ബഹുമാനിക്കുന്നുണ്ട്. ഇതൊന്നും കാര്യമൊന്നുമില്ല മക്കളെ. ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. ആത്മാവ് ഹോളിയാണോ? ദൈവവുമായിട്ട് നിൻ്റെ ബന്ധം എന്തിനുണ്ട്? ഹൗ മച്ച് യു ഹാവ് റിലേറ്റഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. നീ എന്തേലും ഈശോയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, ഈശോയുടെ അടുപ്പമുണ്ട്. ഹൗ മച്ച് യു ലവ് ജീസസ് ക്രൈസ്റ്റ്. എന്തൊരു ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. ഹൗ മച്ച് യു ആർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യു ഹാവ് ടു തിങ്ക്. അതാണ് വേണ്ടത്. യു ഹാവ് ടു മെഡിറ്റേറ്റ് ഓൺ ദാറ്റ്. യു ഹാവ് ടു ഹാവ് എ ഡീപ്പ്, ആഴത്തിലൊരു ഡീപ്പ് മെഡിറ്റേഷൻ. അല്ലാതെ എന്തിൽ പേരും പെരുമ, ഞാൻ നേടിയെടുത്ത കഴിവുകൾ, എൻ്റെ കഴിവുകളെ അതൊന്നും എന്തെല്ലാം കാണിച്ചിട്ട് കാര്യമില്ല. അടിത്തറയിൽ നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ, നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വലിപ്പ ചെറുപ്പത്തെക്കുറിച്ച് നീ വളരെയധികം വിവേകമുള്ള വ്യക്തിയായിരിക്കണം. അവിടെ പ്രിയപ്പെട്ട സഹോദരനെ, നീ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് എന്നെ മാനസാന്തരപ്പെടുക. ഈശോ പറഞ്ഞ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ട നിനക്കെന്ത് പ്രയോജനം? ഈ വചനം നമ്മുടെ മനസ്സിൽ ഒരിക്കലും മറന്നു പോകരുത്.